ഒരിക്കലും ഉറങ്ങാത്ത നഗരമെന്ന ലോകം വാഴ്ത്തുന്ന മുംബൈ ഇന്ന് പ്രകൃതിയുടെ താണ്ഡവത്തിന് മുന്നിൽ നിശ്ചലമായിരിക്കുന്നു. ഇത് കേവലം മഴക്കെടുതിയല്ല, പതിറ്റാണ്ടുകളായി നഗരാസൂത്രണത്തിൽ വരുത്തിയ പിഴവുകളുടെ ആകെത്തുകയാണ്. നഗരം മുങ്ങി, നിരവധി ജീവനുകൾ പൊലിഞ്ഞു. എന്തുകൊണ്ട് മുംബൈയിൽ മാത്രം പേമാരി ഇങ്ങനെ ആർത്തലയ്ക്കുന്നു? മുംബൈയുടെ ചരിത്രം തന്നെ കടലുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. 7 വ്യത്യസ്ത ദ്വീപുകളെ കൃത്രിമമായി കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് ഈ നഗരം. കടൽ നികത്തിയ നിലം, പഴയ ചതുപ്പുകൾ, വേലിയേറ്റ പ്രദേശങ്ങൾ, താഴ്ന്ന തീരദേശ മേഖലകൾ എന്നിവയിൽ നിർമ്മിച്ച ഒരു ഉപദ്വീപിലാണ് മുംബൈ സ്ഥിതി ചെയ്യുന്നത്. കനത്ത മഴയും കടലിലെ വേലിയേറ്റവും ഒരുമിച്ച് വരുമ്പോൾ വലിയ വെള്ളപ്പൊക്കമാണ് മുംബൈ മഹാനഗരത്തെ കാത്തിരിക്കുന്നത്. ഭൂരിഭാഗം പ്രദേശങ്ങളും കടൽനിരപ്പിന് താഴെയായതിനാൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ഒഴുകിപ്പോകാൻ ഇടമില്ലാതെ വെള്ളക്കെട്ടുകൾ നഗരത്തെ വീർപ്പുമുട്ടിക്കുന്നു. ശാസ്ത്രലോകം ഇതിനെ വിളിക്കുന്നത് ബാത്ത് ടബ് ഇഫക്റ്റ് എന്നാണ്. മുംബൈക്ക് പൊതുവെ മണിക്കൂറുകളോളം പെയ്യുന്ന മിതമായ മഴയെ ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ മറ്റു പല ഇന്ത്യൻ നഗരങ്ങളെയും പോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്യുന്ന 100 കണക്കിന് മില്ലിമീറ്റർ കനത്ത മഴയെ താങ്ങാൻ അവിടുത്തെ ഓടകൾക്ക് കഴിയില്ല. കാരണം അമിതമായ നഗരവൽക്കരണം പഴയകാല ഡ്രെയിനേജ് സംവിധാനങ്ങളെ അത്രത്തോളം ശ്വാസം മുട്ടിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായുള്ള അശാസ്ത്രീയമായ നഗരവൽക്കരണം ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി. ഓരോ മൺസൂണും ഇന്നീ നഗരത്തിന് മരണക്കെണിയൊരുക്കുന്നു. എന്തുകൊണ്ടാണ് മുംബൈയിൽ മാത്രം മഴ ഇത്ര ഭീകരമാകുന്നത്? ഉത്തരം ലളിതമാണ്: ഓറോഗ്രാഫിക് റെയിൻഫോൾ. അറബിക്കടലിൽ നിന്ന് വരുന്ന ഈർപ്പമുള്ള കാറ്റ് പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പെട്ടെന്ന് തണുത്ത് കനത്ത മഴയാകുന്നു. ഇനി മറ്റൊന്നുണ്ട്: ഓഫ് ഷോർ ട്രഫ്, അതായത് കൊങ്കൺ തീരത്തിന് സമാന്തരമായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖല ഒരു കൺവെയർ ബെൽറ്റ് പോലെ പ്രവർത്തിച്ച് മഴമേഘങ്ങളെ മുംബൈക്ക് മുകളിൽ തന്നെ പിടിച്ചു നിർത്തുന്നു. അറബിക്കടലിൽ നിന്നുള്ള സമാന്തരമായ ഈ ഈർപ്പപ്പാച്ചിലും പശ്ചിമഘട്ടത്തിന്റെ പ്രതിരോധവും ഒത്തുചേരുന്ന പ്രകൃതിയുടെ ഈ കരുനീക്കത്തിലുണ്ടാകുന്ന മഴ പെയ്ത്തുകളിൽ തരിച്ചു നിൽക്കുന്നു മുംബൈ എന്ന മഹാനഗരം. മുംബൈയിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് പ്രധാന കാരണം നഗരത്തിലെ റവന്യൂ ഭൂമി നിയമങ്ങളും പരിസ്ഥിതി ചട്ടങ്ങളും അട്ടിമറിച്ചുകൊണ്ട് നടന്ന അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. സ്വാഭാവിക നീരൊഴുക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നഗരത്തിന്റെ പ്രകൃതിദത്ത മഴവെള്ള സംഭരണികളായ കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും നികത്തി വൻകിട കെട്ടിട സമുച്ചയങ്ങൾക്ക് വഴിയൊരുക്കിയപ്പോൾ വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ അടഞ്ഞു. ജൂലൈയിലെ വെള്ളപ്പൊക്കത്തിനു ശേഷം മുംബൈ ബ്രിംസ്റ്റോ വാർഡ് പദ്ധതി ആരംഭിക്കുകയും ഓടകൾ വീതി കൂട്ടുകയും പമ്പിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയും മൺസൂണിന് മുൻപുള്ള ചെളി നീക്കൽ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ പ്രവൃത്തികളിൽ പലതും ഇപ്പോഴും അപൂർണമാണ്. പൂർത്തിയായ ചില വികസനങ്ങളാകട്ടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം പിന്നീട് മാറിമറിഞ്ഞ പഴയ മൺസൂൺ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയും. കാലാവസ്ഥാ വ്യതിയാനവും അമിത നഗരവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനത്തെ കടത്തിവിട്ടുമ്പോൾ ഈ സംവിധാനങ്ങളുടെ ശേഷി ആവശ്യത്തിനനുസരിച്ച് ഉയരുമെന്ന് വെറുതെ കാത്തിരുന്നിട്ട് കാര്യമില്ല. സാഗി നാഗായിൽ തുറന്നുകിടന്ന മാൻഹോളിൽ വീണ് ഒരാൾ പിടഞ്ഞു തീർന്നു. ചേമ്പൂരിൽ സ്കൂൾ ബസ്സിന് മുകളിലേക്ക് മരം വീണ് പിടഞ്ഞു തീർന്ന 11 വയസ്സുകാരൻ. ചേരി പ്രദേശങ്ങളിലെ അപകടകരമായ കെട്ടിടങ്ങൾ തകർന്ന് 5 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. മഴ ദുരന്തങ്ങൾക്ക് മൂകസാക്ഷിയാവുകയാണ് ഈ മഹാനഗരം. അധികൃതരുടെ ആസൂത്രണമില്ലായ്മയും ഭരണകൂടത്തിന്റെ പരാജയങ്ങൾക്കും നിരപരാധികൾ ബലി നൽകപ്പെടുന്നു. ഈ മഴയും അവസാനിക്കും, പക്ഷേ ഈ ദുരന്തങ്ങൾ നമ്മൾക്ക് പാഠമാവേണ്ടതുണ്ട്. പ്രകൃതിയുമായി
മുംബൈക്കെതിരായുള്ള പോരാട്ടത്തിൽ തോൽക്കാതിരിക്കാൻ ശാസ്ത്രീയമായ ആസൂത്രണവും ഇച്ഛാശക്തിയുമുള്ള നേതൃത്വമാണ് അനിവാര്യം. അല്ലാത്തപക്ഷം മുംബൈ എന്ന സ്വപ്നം ഒരു പേമാരിയിൽ എന്നേക്കുമായി മുങ്ങിപ്പോയേക്കാം.